വർഷ പരാമർശിക്കപ്പെട്ടതുകൊണ്ട്, ഗായത്രി വർഷ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഗായത്രി വർഷയിലേക്ക് അദ്ദേഹത്തിനുള്ള മറുപടിയല്ല, അങ്ങയുടെ ഉപസംഹാര വാക്യങ്ങൾ ഈ ചർച്ചയ്ക്ക്. തീർച്ചയായിട്ടും എനിക്ക് അത്രേ ഉള്ളൂ സമയം. ദയവായി അതിന് മറുപടി പറയുന്നില്ല, മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു സിനിമാക്കാരി എന്നുള്ള നിലയിൽ ഒരു 10-30 വർഷത്തിന് മേലെയുള്ള ഒരു സമയം സിനിമ അഭിനയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ സിനിമയുടെ ഏറ്റവും അവസാനത്തെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളുകൾ മാത്രം ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലും ഒക്കെ ഞാൻ പറയുകയാണ്, എന്നെപ്പോലെ ഒരാൾ അഭിനയിക്കാൻ വരുമ്പോൾ പോലും അഭിനയിക്കുന്ന ക്യാരക്ടർ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നറേറ്റ് ചെയ്യും, എന്താണ് നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നതെന്ന് നറേറ്റ് ചെയ്യും. അതിനുശേഷം വന്നു കഴിയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സീനുകളെല്ലാം ഇങ്ങനെ പേപ്പറിൽ എഴുതി സീൻ ഷോട്ട് മാർക്ക് ചെയ്ത് വായിച്ചതിന് ശേഷമാണ് എല്ലാവരും അത് അഭിനയിക്കുന്നത്. അതും കഴിഞ്ഞ് സിനിമ നമ്മളൊക്കെ തന്നെ ഡബ് ചെയ്യുന്നവരാ. ലാലേട്ടനെ പോലെയൊക്കെയുള്ളവർ തന്നെ ഡബ് ചെയ്യുള്ളൂ. തന്നെ ഡബ് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ ആറും ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഈവൻ കളറിങ് വരെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് പറയുന്ന പെരുനുണയുടെ ഒരു ഏറ്റവും കാതലില്ലാത്ത നുണയാണ്. അത് ആര് പറഞ്ഞത്? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആ സിനിമ പ്രോസസിംഗിന്റെ അകത്ത് പോകുന്ന അങ്ങനെ ഒരു ടെക്നോളജിയെ പോലും വിൽക്കാൻ പറ്റുന്ന ഒരു നുണ പറയുന്നു. താങ്കൾ അത് പറയുമ്പോൾ ആധികാരികം തന്നെയാണ്.